ഹലോ എവരിവൺ, എല്ലാവർക്കും ECDP അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഈ ആഴ്ചത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെ ആദ്യം തന്നെ നമ്മുടെ വീക്കിലി കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സുകളെ ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ പറയുന്ന രീതിയിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാൻ പറ്റാത്ത സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണത്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ആണവോർജ കമ്പനി ഏതാണെന്നുള്ളതാണ് അല്ലെ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ആണവോർജ കമ്പനി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ആണവോർജ കമ്പനി? ഏതായിരിക്കാം? അത് അദാനിയാണ് അല്ലെ. അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് ആണ്. അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ആണവോർജ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ ആണവോർജ കമ്പനി ഏതാണത്? അത് അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് ആണ്. അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് ആണ് അല്ലെ. അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ് ആണ്. അദാനി അറ്റോമിക് എനർജി ലിമിറ്റഡ്. ഈ അദാനിയാണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഫ്രീ എനർജി, ഗ്രീൻ എനർജിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്ന നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. അതാണത് കേര പദ്ധതിയുടെ ഭാഗമായിട്ട്. കേര മാത്രമല്ല, കേരയുടെ കൂടെ വേൾഡ് ബാങ്കും ഉണ്ട്. അപ്പോൾ വേൾഡ് ബാങ്കിന്റെയും കേരയുടെ കൂടെ വേൾഡ് ബാങ്കിന്റെയും കാർഷിക വകുപ്പിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതായത് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ കാർഷിക വകുപ്പിന്റെ കൂടെ ചേർന്ന് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കേര എന്ന് പറയുന്നത്. വേൾഡ് ബാങ്കും കാർഷിക വകുപ്പും കൂടെ ചേർന്ന് കൊണ്ടുവന്ന പദ്ധതിയാണ് കേര. അപ്പൊ ആ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ. കേരളത്തിൽ ആരംഭിച്ച നൂതന പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കാം അത്? നവോധന എന്നുള്ളതാണ് കേട്ടോ. നവോധന എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓർത്തിരിക്കുക. അപ്പം വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ വേൾഡ് ബാങ്കും ഈ പറയുന്ന കൃഷി വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന കേര എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് നവോധനാണ് അല്ലെ. ഏതാണത്? നവോധനാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഹരിത കേരളമല്ല, കൃഷി സൗഭാഗ്യമല്ല, ഏതാണത്? ഇതൊന്നും അല്ല. ഏതാണത്? ആ നവോധനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് നോക്കുക. അടുത്തത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് അല്ലെ. എന്താണത്? ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ട് പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ. ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ട് പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയിട്ടുണ്ടായ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം ആ സംസ്ഥാനം? ഇത് കേരളമാണ് ആ സംസ്ഥാനം അല്ലെ. ഇതാണ് ആ ബുദ്ധിപരമായിട്ട് വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ട് പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഇത് കേരളമാണ് അല്ലെ. ഏതാണത്? കേരളമാണ്. അപ്പം ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ട് പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയിട്ടുണ്ടായ സംസ്ഥാനം ഏതാണത്? അത് കേരളമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആ പാഠ്യപദ്ധതിയുടെ പേരെന്താണ്? അതിന്റെ പേര് ലീപ് എഹെഡ് എന്നുള്ളതാണ് കേട്ടോ. ഓർത്തിരിക്കുക. എന്താണത്? ലീപ് എഹെഡ് എന്നുള്ളതാണ് ആ പാഠ്യപദ്ധതിയുടെ പേര്. അപ്പം ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ട് പ്രത്യേക പാഠ്യപദ്ധതി പുറത്തിറക്കിയിട്ടുണ്ടായ സംസ്ഥാനം ഏതാണത്? അത് കേരളമാണ്. ആ പാഠ്യപദ്ധതിയുടെ പേര് ലീപ് എഹെഡ് എന്നുള്ളതാണ് അല്ലെ. അടുത്തെന്താണ്? പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കലാരൂപം ഏതാണെന്നുള്ളതാണ് അല്ലെ. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കലാരൂപം ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കലാരൂപം ഏതായിരിക്കും? കലാരൂപം കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്തായിരിക്കും? അത് കഥകളിയാണ് അല്ലെ. ഇതാണത് കഥകളിയാണ് എന്ത് ചെയ്യുക, മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലെ. കേരളം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കലാരൂപം അത് കഥകളിയാണ്. അപ്പൊ അത് വെച്ച് ഓർത്തിരിക്കുക. പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കലാരൂപം ഏതാണത്? അത് പാവക്കഥകളിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഏതാണത്? പാവക്കഥകളി. അപ്പം പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്ന കലാരൂപം ഏതാണത്? അത് പാവക്കഥകളിയാണ് അല്ലെ. ഏതാണത്? പാവക്കഥകളി. ഓക്കെ, സെറ്റ് അല്ലേ? പാവക്കഥകളി. അടുത്ത് നോക്കാം. സമഗ്ര ഗ്രാഫി നയത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ. സമഗ്ര ഗ്രാഫി നയത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. സമഗ്ര ഗ്രാഫി നയത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്ന ആദ്യ സംസ്ഥാനം ഏതായിരിക്കാം? സംസ്ഥാനം ഏതായിരിക്കാം?
കേരളം തന്നെയാണ് ശരി ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സ്വന്തം കേരളമാണ്. ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹണികോം സ്ട്രക്ചർ ലാറ്റിസിലൊക്കെ ഉള്ള ഒരു സിംഗിൾ ആറ്റം തിക്കായിട്ടുള്ള ഒരു ലെയർ ഓഫ് ആറ്റമാണ്. ഈ പറയുന്ന കാർബൺ ഒരു അല്ലോട്രോപ്പാണ് ഈ പറയുന്ന ഗ്രാഫീൻ എന്ന് പറയുന്നത്. സ്റ്റീലിനേക്കാൾ 2 മടങ്ങ് അധികം വളരെ ബലമുള്ളതും ഹൈ കണ്ടക്ടിവിറ്റി ഹൈ ഈ പറയുന്ന കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, അതായത് ഈ പറയുന്ന വൈദ്യുതിയും താപത്തെയും കടത്തിവിടാൻ ശേഷിയുള്ള ഒരുപാട് ബലമുള്ള കാർബണിന്റെ ഒരു അല്ലോട്രോപ്പാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് സമഗ്ര ഗ്രാഫീൻ നയത്തിന് അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനം ഏതായിരിക്കാം? അത് കേരളമാണ്. അപ്പൊ സമഗ്ര ഗ്രാഫീൻ നയത്തിന് അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനം ഏതാണത്? ഇത് കേരളമാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്താൻ AI ഫേസ് റെക്കഗ്നീഷൻ ഉപയോഗിച്ച ആദ്യ നിയമസഭ ഏതാണെന്നുള്ളതാണ് അല്ലേ. MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്താൻ AI ഫേസ് റെക്കഗ്നീഷൻ ഉപയോഗിച്ച ആദ്യ നിയമസഭ ഏതായിരിക്കാം? അത് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. MLA-മാരുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവണം അല്ലെ. സെറ്റ് അല്ലേ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതായിരിക്കാം? അത് ആന്ധ്രാപ്രദേശാണ് അല്ലേ. ഏതാണത്? ആന്ധ്രാപ്രദേശാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യം രൂപം കൊണ്ട സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. അങ്ങനെയെങ്കിൽ MLA-മാർ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ആന്ധ്രാപ്രദേശിലാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്താൻ AI പവേർഡ് അല്ലെങ്കിൽ AI ഫേസ് റെക്കഗ്നീഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആദ്യ നിയമസഭ എവിടുത്തെ ആയിരിക്കാം? അത് ആന്ധ്രാപ്രദേശിലെ ആയിരിക്കാം അല്ലെ. ഏതാണത്? ആന്ധ്രാപ്രദേശിലെ ആണ്. ആയിരിക്കാന്നല്ല, ആണ് അല്ലെ. അപ്പം MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്താൻ AI ഫേസ് റെക്കഗ്നീഷൻ ഉപയോഗിച്ച ആദ്യ നിയമസഭ ഏതാണത്? അത് ആന്ധ്രാപ്രദേശാണ് അല്ലെ. ഏതാണത്? ആന്ധ്രാപ്രദേശാണ്. അടുത്തത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന നദി ഏതാന്നുള്ളതാണ് അല്ലെ. നദി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ചോദിച്ചാൽ വ്യത്യസ്തമാണ്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണൽ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഏത് നദിക്ക് അടിയിലൂടെയാണെന്നുള്ളതാണ് അല്ലെ. ഏത് നദിക്ക് അടിയിലൂടെയാണ്? അങ്ങനെ ആയിരിക്കണം ചോദ്യം അല്ലെ. ഏത് നദിക്ക് അടിയിലൂടെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ഏത് നദിയായിരിക്കാം? നദിയുടെ പേര് ബ്രഹ്മപുത്ര എന്നുള്ളതാണ് അല്ലെ. എവിടെയാണത്? ബ്രഹ്മപുത്ര എന്നുള്ളതാണ് നദിയുടെ പേര്, ബ്രഹ്മപുത്ര അല്ലെ. ഈ പറയുന്ന അസാമിലാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തില് ആസാമില് ബ്രഹ്മപുത്ര നദിയുടെ അടിയിലൂടെയാണ് ഈ പറയുന്ന അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണൽ നിർമ്മിക്കാൻ പോകുന്നത് എവിടെയാണത്? ബ്രഹ്മപുത്ര നദിക്ക് അടിയിലൂടെയാണ്. ഏത് സംസ്ഥാനത്ത്? ആസാമിലാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണലാണ് ബ്രഹ്മപുത്ര നദിയുടെ അടിയിലൂടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണലാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ 2 കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണലാണ്, ഇന്ത്യയിലെ ആദ്യത്തെ റോഡ് റെയിൽ ടണലാണ് അണ്ടർ വാട്ടർ റോഡ് റെയിൽ ടണലാണ് ബ്രഹ്മപുത്ര നദിയുടെ അടിയിലൂടെ പണിയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഗംഗയല്ല, യമുനയല്ല, ഗോദാവരിയല്ല, ഏതാണത്? ബ്രഹ്മപുത്രയാണ്. അടുത്തൊരു ചോദ്യം, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ELF ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ELF അല്ലെ. എന്താണ് ELF? എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി എന്നുള്ളതാണ്. എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ആണെന്ന് പറയുന്നത് ELF എന്ന് പറയുന്നത്. ഇപ്പം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ELF ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഏതായിരിക്കാം? അത് ഇവിടെ തന്നെയാണ്, ഈ പറയുന്ന അസാമിൽ തന്നെയാണ്. അസാമിലെ ദിബ്രുഗഡിലാണ്. അപ്പോൾ വടക്കിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ഈ പറയുന്ന എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണത്? അത് ദിബ്രുഗഡിലാണ്. എവിടെയാണ് ദിബ്രുഗഡ്? ദിബ്രുഗഡ് എന്ന് പറയുന്ന ആസാമിലാണ് അല്ലേ. NH-37 വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വടക്കിഴക്കൻ ഇന്ത്യയിലെ ഈ പറയുന്ന എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി, ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായത് എവിടെയാണ്? അത് ദിബ്രുഗഡിലാണ്, ആസാമിലാണ്, NH-37. ഓക്കെ, ഈ 3 കാര്യം എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് നോക്കണം. അടുത്ത ചോദ്യം നോക്കാം. റോഡ് അപകട ബാധിതർക്കായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതി അല്ലെ. റോഡ് അപകട ബാധിതർക്കായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണെന്നുള്ളതാണ്. എന്തായിരിക്കും ചികിത്സാ പദ്ധതിയുടെ പേര്? അത് PM റാഹത്ത് എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര്. ഓർത്തിരിക്കുക, എന്താണത്? PM റാഹത്ത്.
ഇനി എന്താണ് ഈ PM റാഹത്തിന്റെ ഫുൾ ഫോം? എന്തായിരിക്കാം? PM എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണ്. അടുത്തതോ പറയുന്ന റോഡ് ആക്സിഡൻസ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. റോഡ് ആക്സിഡന്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് PM റാഹത്ത് എന്ന് പറയുന്നത്. റാഹത്ത് ഇതേപോലെ ഒരു പദ്ധതി പറയുന്ന 1 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് നൽകിയിട്ടുണ്ടായിരുന്ന ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന എവിടെയായിരിക്കാം? അത് കേരളത്തിലാണ്. ഓക്കെ. അതേപോലെ തന്നെ റോഡ് അപകട ബാധിതർക്കായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതി, അത് PM റാഹത്താണ്. എന്താണ് റാഹത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് ആക്സിഡന്റ് വിക്ടിംസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് PM റാഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ റോഡ് അപകട ബാധിതർക്കായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ക്യാഷ്ലെസ് ചികിത്സാ പദ്ധതിയുടെ പേര് PM റാഹത്ത്. അതേപോലെ തന്നെ അടുത്തിടെ കേരള ബഡ്ജറ്റിൽ ഈ പറയുന്ന 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് റോഡ് ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന അവർക്ക് വലിയ സാമ്പത്തിക വിഷയങ്ങൾ കാണുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ISL മുഴുവൻ സമയം മുഖ്യ പരിശീലകനായ ആദ്യ മലയാളി ഏതാണെന്നുള്ളതാണ്. ISL മുഴുവൻ സമയ മുഖ്യ പരിശീലകനായിട്ടുണ്ടായിരുന്ന ആദ്യ മലയാളി ഏതാണെന്നുള്ളതാണ്. ISL മുഴുവൻ സമയം മുഖ്യ പരിശീലകനായ ആദ്യ മലയാളി ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരായിരിക്കാം? TG പുരുഷോത്തമനാണ് അല്ലെ? ആരാണത്? TG പുരുഷോത്തമനാണ്. അപ്പം ISL മുഴുവൻ സമയം മുഖ്യ പരിശീലകനായ മലയാളി ആരായിരിക്കാം? ആദ്യ മലയാളി അത് TG പുരുഷോത്തമനാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. TG പുരുഷോത്തമൻ. അടുത്തതോ LSDSന്റെ പഠനത്തിനുള്ള ദേശീയ ബയോബാങ്ക് സ്ഥാപിതമായത് എവിടെയാണെന്നുള്ളതാണ്. LSDSന്റെ പഠനത്തിലുള്ള എന്താണ് LSDS? ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓക്കെ. എന്താണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്? അതാണ് ഈ പറഞ്ഞ LSDs എന്ന് പറയുന്നത്. അപ്പോൾ LSDSന്റെ പഠനത്തിനായിട്ട് ദേശീയ ബയോബാങ്ക് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ? എവിടെയായിരിക്കാം? അത് അഹമ്മദാബാദിലാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അഹമ്മദാബാദിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ്. ഫ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ഫ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്നുള്ളതാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അത് വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ് വരുന്നത്. എന്ത് പഠിക്കാനാണ് വരുന്നത്? അത് LSDSനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് LSDS? അത് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസസ് ആണ് LSDS. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദേശീയ ബയോബാങ്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് അഹമ്മദാബാദിലാണ്. ആ സ്ഥാപനത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്നുള്ളതാണ്. ഫ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്നുള്ളതാണ്. ഫ്രിഡ്ജ് അല്ല, ഫ്രിഡ്ജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ജെനറ്റിക്സ് എന്നുള്ളതാണ്. എവിടെയാണത്? അഹമ്മദാബാദിലാണ്. ഓക്കെ. അടുത്തത് സ്റ്റാൻഫോർഡ് AI വൈബ്രൻസി റാങ്കിങ് 2025. എന്താണ് സ്റ്റാൻഫോർഡ് AI വൈബ്രൻസി റാങ്കിങ് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് അല്ലെ? ഈ സ്റ്റാൻഫോർഡ് AI വൈബ്രൻസി റാങ്ക് 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണത്? 3ാം സ്ഥാനത്താണ് അല്ലെ? ഓർത്തിരിക്കുക. സ്റ്റാൻഫോർഡ് AI വൈബ്രൻസി റാങ്ക് 2025 ഇന്ത്യയുടെ സ്ഥാനം അത് 3ാമതാണ് അല്ലെ? എന്താണ് ഇന്ത്യയുടെ സ്ഥാനം? അത് 3ാമതാണ്. ആദ്യം അമേരിക്ക, 2ാമത് ചൈന, 3ാമത് ഇന്ത്യ. അപ്പൊ സ്റ്റാൻഫോർഡ് AI വൈബ്രൻസി റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരിക്കാം? ഇന്ത്യയുടെ സ്ഥാനം അത് 3ാമതാണ് അല്ലെ? ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? അത് 3ാമതാണ്. അടുത്ത് നോക്കിയാലോ, ഇന്ത്യയുടെ 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണെന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? ഇന്ത്യയുടെ 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏതായിരിക്കാം? അതിന്റെ പേരാണ് INS അരിധമൻ എന്ന് പറയുന്നത്. INS അരിധമൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ സബ്മറൈനാണ് INS അരിഹന്ത്. 2ാമത്തെ ന്യൂക്ലിയർ സബ്മറൈനാണ് INS അരിഘട്ട്. 3ാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഈ പറഞ്ഞ INS അരിധമൻ. ഏതാണ്? അരിധമൻ. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഈ പറയുന്ന രീതിയിൽ അടുത്തിടെ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡീസൽ
ഇലക്ട്രിക് ആയിട്ടുള്ള സബ്മറൈൻ ഉണ്ടായത്, അതിൻ്റെ പേര് വാക്ഷീർ എന്നുള്ളതാണ്, INS വാക്ഷീർ. അതുകൂടെ എന്ത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ സബ്മറൈൻ INS ചക്ര. ഓക്കെ, അത് റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇന്ത്യയുടെ ആണെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ റഷ്യയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇന്ത്യ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണത്? അത് ആദ്യം നിർമ്മിച്ചത് INS അരിഹന്ത്, രണ്ടാമത് അരിഹട്ട്, മൂന്നാമത് അരിധമൻ. അപ്പം ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി അത് INS അരിധമനാണ്. ഓക്കെ അല്ലേ? അടുത്ത പറയുന്ന മുമ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റിസിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമിയിൽ പ്രയാണം എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വില്ലേജ് ബിൽ അസിസ്റ്റന്റ്, ബെക്കോയെ, കമ്പനി ബോർഡ് എലിജിബിലിറ്റിയുള്ള പരീക്ഷകൾക്ക് ഒരുമിച്ച് പഠിച്ച് തയ്യാറെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതല്ല നിങ്ങൾ ഈ പറഞ്ഞ VFAയ്ക്കും ബെക്കോയ്ക്കും വേറെ ഈ കോഴ്സുകൾ എടുക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രയാണം എന്നുള്ള ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തൊട്ട് താഴെ കാണാൻ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് മറ്റു കാരണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനും ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇതിൽ അടുത്ത ചോദ്യം നോക്കാം. എന്താണത്? ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത പാത ഏത് നഗരത്തിലാണെന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഗീത പാത ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത പാത ഏത് നഗരത്തിലായിരിക്കാം? അത് മുംബൈ ആണ് അല്ലേ. ഏതാണത്? മുംബൈ ആണ്. ഇനി ഏതാണ് സംഗീതം എന്ന് ചോദിച്ചാൽ ജയ്ഹോ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. ജയ്ഹോ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന AR റഹ്മാന് ഓസ്കാറൊക്കെ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് ജയ്ഹോ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് സിനിമയിലാണ് ചോദിച്ചത് പറയുന്നത്? അത് ദ സ്ലം ഡോഗ് മില്യണയർ. സ്ലം ഡോഗ് മില്യണയർ എന്ന് പറയുന്ന ചിത്രത്തില് ഒരു പാട്ടാണ് ഈ ജയ്ഹോ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഗീത പാത ഏത് നഗരത്തിലായിരിക്കാം? അത് മുംബൈ ആണ്. ഈ സിനിമ നടക്കുന്നത് മുംബൈ അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഗീത പാത ഏത് നഗരത്തിലാണത്? അത് മുംബൈയിലാണെന്ന് ഓർത്തിരിക്കുക. ഏതാണ് സംഗീതം? അത് ജയ്ഹോ എന്നുള്ളതാണ് സംഗീതം. ആരുടെയാണ് സംഗീതം നൽകിയിട്ടുണ്ടായിരുന്നത്? അത് AR റഹ്മാനാണ് സംഗീതം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓസ്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടും കൂടിയാണിത്. സ്ലം ഡോഗ് മില്യണയർ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണിത്. ഇത് വന്നിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? അത് മുംബൈയിലാണ്. മുംബൈയിലെ ഛത്രപതി സാംഭാജി മഹാരാജ് റോഡാണ്. മഹാരാജ് റോഡാണ് അവിടെയാണ് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ മ്യൂസിക്കൽ പാത എന്ത് ചെയ്യുന്നത് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയിലെ ആദ്യ സംഗീത പാത ഈ നഗരത്തിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? അത് ഈ പറയുന്നത് മുംബൈയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തതോ വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയായത് എവിടെയാണെന്നുള്ളതാണ് അല്ലെ. വായുശക്തി 2026 വേദിയായിട്ടുണ്ടായിരുന്നത് ഇവിടെയാണെന്നുള്ളതാണ്. വായുശക്തി 2026 വേദിയായത് എവിടെയായിരിക്കാം? അത് പൊക്രാനിലാണ് അല്ലെ. എവിടെയാണത്? പൊക്രാനിലാണ്. അപ്പൊ വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയാകുന്നത് എവിടെയാണത്? പൊക്രാനിലാണ്. എവിടെയായിരിക്കും അത്? രാജസ്ഥാനിലാണ് അല്ലെ. രാജസ്ഥാനിലെ പൊക്രാനിലാണ് വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയായത് എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ വായുശക്തി 2026 അഭ്യാസത്തിന് വേദിയായത് എവിടെയാണത്? പൊക്രാനിലാണ്. അടുത്തോ ആദ്യ CBDC അധിഷ്ഠിത PDS ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം, അതായത് ഈ പറയുന്ന സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് CBDC എന്ന് പറയുന്നത്. അപ്പൊ CBDC, അപ്പൊ ആദ്യത്തെ CBDC അധിഷ്ഠിത പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതായിരിക്കാം? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മുടെ റേഷൻ കട തന്നെയാണ് സംഭവം അല്ലെ. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ CBDC, അതായത് ഈ പറയുന്ന സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയുടെ അധിഷ്ഠിത പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ് അല്ലെ. ഏതാണ്? അത് ഗുജറാത്ത് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അമിത്ഷായാണ്, യൂണിയൻ ഹോം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന അമിത്ഷായാണ്. അപ്പം ആദ്യ CBDC അധിഷ്ഠിത PDS ആരംഭിച്ച സംസ്ഥാനം അത് ഗുജറാത്താണ്. അടുത്തതോ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മുതിർന്നവർക്കുള്ള AI സാക്ഷരതാ യജ്ഞം അല്ലെ. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മുതിർന്നവർക്കുള്ള AI സാക്ഷരതാ യജ്ഞം ഏതായിരിക്കും? അത് സർവം AI മയോ എന്നുള്ളതാണ് അല്ലെ. ഇതാണ് സർവം AI മയോ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സാക്ഷരതാ യജ്ഞത്തിന്റെ പേര്. അപ്പം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മുതിർന്നവർക്കുള്ള AI സാക്ഷരതാ യജ്ഞം ഏതാണ് യജ്ഞം? അതിന്റെ പേരാണ് സർവം AI മയം.
അല്ലെ? നമ്മൾ സർവ്വം മായ എന്നുള്ള സിനിമ നോക്കിയാൽ തന്നെ അറിയാം അതെന്താണ്, അവർ ഈ പറയുന്ന യജ്ഞത്തെക്കുറിച്ചൊക്കെയാണ് നോക്കുന്നത്, ഈ പറയുന്ന പൂജയൊക്കെയാണ്. അപ്പൊ ആ യജ്ഞം വെച്ചൊക്കെ എന്ത് ഓർത്തിരിക്കുക അല്ലെ? ആ ഒരു യജ്ഞം വെച്ചൊക്കെ ഓർത്തിരിക്കുക. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ മുതിർന്നവർക്കുള്ള AI സാക്ഷരതാ യജ്ഞം ഏതാണത്? സർവ്വം AI മയം അല്ലെ? എല്ലാം AI മയമാണ്, സർവ്വം AI മയം. നടത്തുന്നത് കൈറ്റാണ് കേട്ടോ, കൈറ്റാണ് നടത്തുന്നത്. ഓക്കെ, പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായൽ പാലം ഏതാണെന്നുള്ളതാണ്. ഇതാണ് പറയുന്നത്, കേരളത്തിൽ തന്നെ ഏറ്റവും നീളമേറിയ കായൽ പാലം ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായൽ പാലം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ പെരുമ്പളം പാലമാണ് അല്ലെ? ആലപ്പുഴയിലെ പെരുമ്പളം പാലമാണ് കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായൽ പാലം എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും നീളമേറിയ കായൽ പാലം ഏതാണത്? അത് പെരുമ്പളം പാലമാണ് അല്ലെ? ഏതാണത്? പെരുമ്പളം പാലമാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായൽ പാലം ഏതാണത്? പെരുമ്പളം പാലമാണ്. അടുത്തതോ, കുട്ടനാട് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് IOC അല്ലെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയിട്ട് IOC എന്ന് പറയുന്നത്. IOC നിർമ്മിച്ച സൗരോർജ്ജ ക്രൂസ് ബോട്ടിന്റെ പേരെന്താണെന്നുള്ളതാണ്. എന്താണ്? ഈ പറയുന്ന കുട്ടനാട് ടൂറിസം വികസിപ്പിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച സൗരോർജ്ജ ക്രൂസ് ബോട്ടിന്റെ പേരെന്താണെന്നുള്ളതാണ്. എന്തായിരിക്കും അതിന്റെ പേര്? ഇന്ദ്ര എന്നുള്ളതാണ് അല്ലെ? എന്താണത്? ഇന്ദ്ര. അവൾ പറഞ്ഞോ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് എന്ന് പറയുന്നത് ഏതാണത്? അത് ഈ പറയുന്ന ആദിത്യയാണ് അല്ലെ? അതാണ് ആദിത്യ എന്നുള്ളതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഫുള്ളി സോളാർ പവേർഡ് ആയിട്ടുള്ള ഒരു ജലഗതാഗത സ്റ്റേഷൻ പറയുന്നത്, ജലഗതാഗത സ്റ്റേഷൻ ഏതായിരുന്നു? അത് വൈക്കമാണ് അല്ലെ? ഏതാണത്? വൈക്കം അല്ലെ? ഈ രണ്ട് കാര്യങ്ങൾ എന്ത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ, കുട്ടനാട് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച സൗരോർജ്ജ ക്രൂസ് ബോട്ടിന്റെ പേരെന്താണത്? ഇന്ദ്ര എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സൂര്യൻ, മറ്റൊരു ഭാഗത്ത് ചന്ദ്രൻ, ഈ പറയുന്ന ഇന്ദ്രൻ അല്ലേ? അപ്പം ഒന്ന് ആദിത്യ, മറ്റൊന്ന് ഇന്ദ്ര. ഓക്കെ, അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ട് ആദിത്യ, കുട്ടനാട് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നിർമ്മിച്ച സൗരോർജ്ജ ക്രൂസ് ബോട്ടിന്റെ പേരെന്താണ്? അത് ഇന്ദ്ര. ഓക്കെ, അടുത്തതോ, ബെക്കോ പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡി പാനീയത്തിന്റെ പേരെന്താണെന്നുള്ളതാണ്. ബെക്കോ പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡി പാനീയത്തിന്റെ പേര് ഏതായിരിക്കാം? ബ്രാൻഡി ഏതായിരിക്കാം? ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. ഏതാണത്? മലബാർ മിസ്റ്ററി എന്നുള്ളതാണ് അല്ലേ? ഏതാണ്? മലബാർ മിസ്റ്ററി എന്നുള്ളതാണ് പുതിയ ബ്രാൻഡിന്റെ പേര്. അതേപോലെ തന്നെ ഇന്നലെ രാവിലെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പേര് മലബാർ മിസ്റ്ററി എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ വിഷയമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു പേരും കൂടെ എന്ത് ചെയ്യുന്നു, അതിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, മിന്നൽ മാജിക് എന്നുള്ളതാണ്. ഓക്കെ, മിന്നൽ മാജിക് എന്ന് പറഞ്ഞൊരു പേര് എന്നെ നൽകണമെന്ന് പറഞ്ഞൊരു സജഷൻ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടില്ല. ഓർത്തിരിക്കുക. അപ്പൊ ബെക്കോ പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡി പാനീയത്തിന്റെ പേര് അത് മലബാർ മിസ്റ്ററി എന്നുള്ളതാണ്. മലബാർ മിസ്റ്ററി. അതേപോലെ തന്നെ ബെക്കോ പുറത്തിറക്കുന്ന മറ്റൊരു റമ്മും കൂടി ഉണ്ട്. അതിന്റെ പേരായിരുന്നു ഈ പറയുന്ന രീതി ജവാൻ എന്ന് പറയും അല്ലെ? ജവാൻ ഡിലക്സ് ട്രിപ്ലക്സ് റം എന്ന് പറയും. ഓക്കെ, അത് ഈ പറയുന്ന ബെക്കോ പുറത്തിറക്കുന്ന ഒരു റമ്മായിരുന്നു. അപ്പൊ ഇനി പുതുതായിട്ട് ബെക്കോ പുറത്തിറക്കുന്ന പുതിയ ബ്രാൻഡി പാനീയത്തിന്റെ പേര് എന്താണ്? മലബാർ മിസ്റ്ററി എന്നുള്ളതാണ്. എന്താണ്? മലബാർ മിസ്റ്ററി. ഓക്കെ, അതിന്റെ പേര് മാറ്റിയിട്ട് മിന്നൽ മാജിക് എന്നൊക്കെ ആക്കാൻ പോകുന്നത് പറയുന്നു, പക്ഷെ ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, എന്നിരുന്നാലും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മനസ്സിലായോ? അടുത്തത്, ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഡ്രോഗ് പാരച്യൂട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ DRDOയുടെ ഗവേഷണ കേന്ദ്രം ഏതാണെന്നുള്ളതാണ് അല്ലെ? ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഡ്രോഗ് പാരച്യൂട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ DRDOയുടെ ഗവേഷണ കേന്ദ്രം ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കും ആ കേന്ദ്രം? ഏതായിരിക്കാം? ഓഫ് കോഴ്സ് ഏതാണത്? TBRL ചണ്ഡീഗഡ് ആണ്. എന്താണ് TBRL? ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി എന്നുള്ളതാണ്. അല്ലെ? ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പേര്. TBRL മുഴുവൻ പേരെന്ന് പറയും ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറി ആണ്. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഡ്രോഗ് പാരച്യൂട്ട് പരീക്ഷണം എന്ത് ചെയ്ത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് DRDOയുടെ ഗവേഷണ കേന്ദ്രം അല്ലെ? അപ്പൊ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഡ്രോഗ് പാരച്യൂട്ട് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ DRDOയുടെ സ്ഥാപനം ഏതാണത്? അത് TBRL ആണ്, ചണ്ഡീഗഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തതോ, 2026 ഫെബ്രുവരിയിൽ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലെ? 2026 ഫെബ്രുവരിയിൽ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതായിരിക്കാം? അത് നമ്മൾ പഠിച്ചതാണ്. ഏതാണത്? ബീഹാർ ആണ് അല്ലെ? ഏതാണത്? ബീഹാർ ആണ്. പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1967 വെസ്റ്റ് ബംഗാളിലാണ് എന്ത് ചെയ്യുന്നത്?
വെസ്റ്റ് ബംഗാളിൽ പറയുന്ന നക്സൽബാരിയിലാണ് ആദ്യമായിട്ട് ഈ നക്സലിസം എന്ത് ചെയ്യുന്നത് ഉടലെടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഭാഗമായിട്ട് ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണത്? അത് ബീഹാറാണ് അല്ലേ? ഏതാണത്? ബീഹാറാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസമാണ് എന്ത് ചെയ്യുന്നത് ഇവരെ ഈ പറയുന്ന മാവോയിസത്തിലൊക്കെ അടുപ്പിക്കുന്നു, അതുവഴി ഇവർ എന്തിലേക്ക് നയിക്കുന്നത്? നക്സലിസത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? അത് ബീഹാറാണ്. ഏതാണത്? ബീഹാറാണ് കേട്ടോ. ഓക്കെ, അടുത്തതോ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമായത് എവിടെയാണെന്നുള്ളതാണ് അല്ലേ? സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമായത് എവിടെയായിരിക്കാം അല്ലേ? ഓപ്ഷൻ കണ്ടാൽ അങ്ങനെ മനസ്സിലാവും. ഏതാണത്? വാളന്തോട് മലപ്പുറമാണ്. വാളന്തോട് മലപ്പുറത്താണ് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമാകുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ട്രൈബൽ മൾട്ടി പർപ്പസ് സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണത്? വാളന്തോട് മലപ്പുറമാണ്. എവിടെയാണത്? വാളന്തോട് മലപ്പുറമാണെന്നുള്ള കാര്യം എന്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഈ ആഴ്ചത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡിന്റെ ബുക്കോടെയൊക്കെ പരീക്ഷകൾ ഇനി വരാനിരിക്കുകയാണ് അല്ലെ? നല്ല വൃത്തിയായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളില്ലാത്ത പക്ഷം നമുക്ക് പറയുന്ന രീതിയിൽ ഈ പറയുന്ന പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന VFAക്കും ബുക്കോയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ACDB അക്കാഡമിയിൽ പ്രയാണം എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഉപകാരപ്രദമാകുന്ന ബാച്ചാണ് കേട്ടോ. എനിക്ക് പറയുന്ന ഡെയിലി സ്റ്റഡി പ്ലാനും ഐപ്രോസ്ട്രക്ചറുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ PDF നോട്ടുകളും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ലഭ്യമാകുന്നതാണ്. അപ്പം ഇതുകൂടെ അതിന്റെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളോ ഈ പറയുന്ന രീതിയിൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ബാച്ചും കൂടിയാണ് പ്രയാണം എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? തൊട്ട് താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ OMR ബുക്കിന്റെ കാര്യം. ഓക്കെ, അതായത് നമ്മൾ ഈ പറഞ്ഞ ACDB അക്കാഡമിയിൽ ഒരു OMR ബുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുവഴി ഈ പറഞ്ഞ OMR ടെക്സ്റ്റ് ഒക്കെ എന്ത് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബുക്ക് വേണ്ടവരാണ് നിങ്ങളെങ്കിൽ ഏകദേശം 10-200ഓളം വരുന്ന ഒരു വലിയൊരു പേജുള്ള ബുക്കും കൂടിയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് OMR പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അത് വേണ്ടവരെന്ത് ചെയ്യുക? ആ തൊട്ട് താഴെ കാണാൻ നമ്മൾ വിളിച്ചെന്ത് ചെയ്യുന്നു? കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബുക്കായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, അപ്പം എല്ലാ ദിവസവും വീക്കിലി കറണ്ട് അഫയേഴ്സ് ഈ പറയുന്ന രീതിയിൽ എല്ലാ ആഴ്ചയിലും ഈ പറയുന്ന രീതിയിൽ വീക്കിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക. വളരെ കുറച്ച് സമയം മാത്രമേ ഡെയിലിക്കും വീക്കിലിക്കും വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് അതിനെ പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.